ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചത് ഗൂഗിൾ ടാഗ് മാനേജറിനെ കുറിച്ചാണല്ലേ. അപ്പോൾ ഈ ഗൂഗിൾ ടാഗ് മാനേജർ എന്തോരം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. ട്രാക്കിംഗ് സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ടാഗുകൾ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലോട്ട് ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ടാഗ് മാനേജർ. നൗ എന്തിനാണ് ഗൂഗിൾ അനലിറ്റിക്സ്? ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ കേട്ട് കാണാം. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ മെറ്റ ആഡ് ക്യാമ്പയിൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സിനെ കുറിച്ച് പറയും. കാര്യം വെബ്സൈറ്റിൽ വരുന്ന ആക്ഷൻസ് അല്ലെങ്കിൽ ഇവന്റ്സ് അല്ലെ കൺവേർഷൻസ്, യൂസേഴ്സ് എന്ത് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനാണ് നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സ് യൂസ് ചെയ്യുന്നത് അല്ലേ. സോ ഇൻ ദിസ് മൊഡ്യൂൾ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് വാട്ട് ഈസ് ഗൂഗിൾ അനലിറ്റിക്സ്. കുറച്ച് മെട്രിക്സുകൾ നമ്മൾ പഠിക്കും. അതേപോലെ തന്നെ എങ്ങനെയാണ് ഗൂഗിൾ അനലിറ്റിക്സ് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യേണ്ടതെന്ന് പഠിക്കും. ആൻഡ് അറ്റ് വെരി ലാസ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് 4 pillars of Google Analytics. Okay, so let's move on to the screen and let's learn about what is Google Analytics. So Google Analytics എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെബ് അനലിറ്റിക്സ് ആണ്. ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു വെബ് അനലിറ്റിക്സ് ആണ്. ഇതൊരു ഗൂഗിൾ ഓഫർ ചെയ്യുന്ന ഒരു സർവീസ് ആണ്. ഇത് എന്തിനാണ് മെയിൻലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാക്ക് ചെയ്യാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാക്ക് ചെയ്യാൻ, അതേപോലെ തന്നെ വെബ്സൈറ്റിലുള്ള റിപ്പോർട്ട്സ്, അതായത് വെബ്സൈറ്റ് ട്രാഫിക് അല്ലെങ്കിൽ യൂസേഴ്സ് എന്തോരം നേരം പേജിൽ നിന്നു, പേജ് വ്യൂ, പേജ് സെഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പർട്ടിക്കുലർ ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഗൂഗിൾ അനലിറ്റിക്സ് GA4 ആദ്യം ഇനീഷ്യലി ഗൂഗിൾ അനലിറ്റിക്സ്, അതായത് കുറച്ച് നാൾക്ക് മുന്നേ വരെ യൂണിവേഴ്സൽ അനലിറ്റിക്സ് ആയിരുന്നു. ഇപ്പൊ കംപ്ലീറ്റ്ലി യൂണിവേഴ്സൽ അനലിറ്റിക്സ് ഗൂഗിൾ സ്റ്റോപ്പ് ചെയ്തു. നൗ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി GA4. അപ്പോൾ GA4 ആണ് മോസ്റ്റ് റീസെന്റ് ആയിട്ടുള്ള ഗൂഗിൾ അനലിറ്റിക്സിന്റെ ഒരു ഐട്രേഷൻ സർവീസ് ആണ്. അത് ഒക്ടോബർ 2020 റിലീസ് ചെയ്തത്. സോ നൗ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് വാട്ട് ഈസ് GA4. സോ എന്താണ് ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് കുറച്ച് മെട്രിക്സുകൾ അറിയാം. സോ ഇൻ ദ നെക്സ്റ്റ് മൊഡ്യൂൾ വി ആർ going to learn about different metrics of Google Analytics. Thank you.